എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ അവരെ നാടോ വീടോ കുടുംബോ ഉപേക്ഷിക്കുന്നതിൽ അവരെ മനസ്സ് വ്യാകുലപ്പെട്ടില്ല. ഒരു സ്വഹാബി ഹിജറക്കൊരുങ്ങി. അപ്പോൾ അവരുടെ കുടുംബത്തിൽ അദ്ദേഹം മാത്രമേ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളൂ. ബാക്കി ആരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. കുടുംബമാണെങ്കിൽ അല്പം സാമ്പത്തിക അഭിവൃദ്ധിയുള്ള കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് 2 മക്കളുമുണ്ട്. ഭാര്യയും 2 മക്കളും ഭർത്താവും ഒരുമിച്ച് പോകാനൊരുങ്ങുമ്പോൾ ഭാര്യ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വീട് വളഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഭാര്യ കുടുംബം പെണ്ണിനെയും 2 കുഞ്ഞുങ്ങളെയും തടഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹം വാപ്പ എന്ന നിലയ്ക്ക് എന്റെ മക്കളെ എനിക്ക് തരണം, നിങ്ങളെ മകളെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൂട്ടിവെക്കാം. അവർ മകളെ അകത്താക്കി വാതിലടച്ചു. 2 കുട്ടികളെയും കൊണ്ട് ആ സ്വഹാബി വീട്ടിൽ നിന്നിറങ്ങി. അല്പം അകലെ യാത്ര ചെയ്തെത്തിയപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ആ കുടുംബങ്ങൾ വളഞ്ഞു. ഞങ്ങളെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നായി. അപ്പൊ അവരുമായുള്ള ഒരു മൽപ്പിടുത്തത്തിൽ ഒരു കുട്ടിയെ അവർ കൊണ്ടുപോയി. ഒരു കുട്ടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ. അപ്പോ ഹിജറ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് അവർ തമ്മിൽ മൽപ്പിടുത്തം ഉണ്ടായിട്ട് ഒരു കുട്ടിയെ ശത്രുക്കൾ കൊണ്ടുപോയി. ഒരു കുട്ടി അവരെ കയ്യിൽ. ആ 2 കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരഞ്ഞ് പിരിയുന്ന ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കാണണം. ശരി, കുറച്ചുകൂടി അങ്ങോട്ട് യാത്ര മുന്നോട്ട് പോയി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇവർ വീണ്ടും വളഞ്ഞു. ആ ശക്തമായ മൽപ്പിടുത്തത്തിൽ 2ാമത്തെ കുട്ടിയെയും ഇവരെ കയ്യിൽ നിന്ന് അവർ തട്ടിയിടും. വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ കുട്ടി പോവുക. ഭാര്യയെയും 2 മക്കളെയും നഷ്ടപ്പെട്ട് വീണ്ടും മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്ന ആ സ്വഹാബിയുടെ മനസ്സിൽ യാതൊരു ദുരുദ്ദേശവും വന്നില്ല. തനിക്ക് ഈ പീഡനങ്ങളും ഈ ത്യാഗമൊക്കെ സഹിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഇനി പിന്തിരിഞ്ഞാലോ എന്ന് തോന്നിയില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ നടന്നു. കുറെ കൂടി അങ്ങോട്ടെത്തിയപ്പോൾ ശത്രുക്കൾ വീണ്ടും അദ്ദേഹത്തെ വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച ഒരു ഫിൽസും 1 രൂപയും കൊണ്ടുപോകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അദ്ദേഹം എടുത്തുകൊണ്ടു. 1 രൂപയും കയ്യിലില്ല. അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറന്ന മക്കളില്ല. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയില്ല. എന്നാൽ 450 കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് അദ്ദേഹം പുറപ്പെടുന്നത് എന്താണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവാചകൻ പോയോ, എന്നാൽ ഞാനും പോകുന്നു. നബിതങ്ങൾ പോയോ, എന്നാൽ ഞാനും പോകുന്നു. അവിടെ ചെന്നാൽ ആര് സംരക്ഷിക്കും, എവിടെ ഉറങ്ങും, ആര് ഭക്ഷണം തരും, ഒന്നും അവരെ മനസ്സിൽ വന്നിട്ടില്ല. ഇതാണ് ഹിജറയുടെ ചരിത്രത്തിൽ കാണുന്നത്. എങ്കിൽ നമുക്കൊക്കെ ഒരു ഹിജറ പോകാൻ, നമുക്കൊക്കെ ഒരു ഹിജറയുണ്ട്. എന്താണ് ആ ഹിജറ? അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിദ്വേഷത്തോട് ഹിജറ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദേഷ്യത്തോട് ഹിജറ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പിനോട് ഹിജറ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പലവിധ ദുർഗുണങ്ങളും, അതായത് നമ്മുടെ മനസ്സിൽ കുറുക്കന്റെ സ്വഭാവമുണ്ട്, നമ്മുടെ മനസ്സിൽ കരടിയുടെ സ്വഭാവമുണ്ട്, നമ്മുടെ മനസ്സിൽ ആനയുടെ സ്വഭാവമുണ്ട്, നമ്മുടെ മനസ്സിൽ ഓന്തിന്റെ സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള ജീവികളൊക്കെ എല്ലാവർക്കും അറിയാലോ. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പലതിന്റെയും പേര് പറഞ്ഞാൽ അറിയില്ല. അങ്ങനെയാണ്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞപ്പോ ചെറിയ കുട്ടികൾ ഇങ്ങനെ നോക്കി. മുറ്റത്തെ ടവറിന് റേഞ്ചില്ല എന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ വേഗം പിടുത്തം കിട്ടും. അപ്പൊ പഴയ ജീവികളെയും പേര്. അപ്പൊ ഇന്ന് നമുക്ക് കാക്കയുടെ സ്വഭാവം, കുറുക്കന്റെ സ്വഭാവം, പുലിയുടെ സ്വഭാവം, അങ്ങനെ വ്യത്യസ്ത ജീവികളുടെ സ്വഭാവമൊക്കെ എവിടെയുണ്ട്? എന്താണ് ആ വ്യത്യസ്ത സ്വഭാവങ്ങൾ? അത്യാഗ്രഹം, അലച്ച, മറ്റുള്ളവന്റെ സ്വത്തിൽ വല്ലാത്ത ആഗ്രഹം, മറ്റവനെ ആക്രമിക്കൽ, ഇവനെ പരാജയപ്പെടുത്തൽ, അങ്ങനെ ആളുകളോട് വിദ്വേഷം വെക്കൽ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ മാനസിക ദുർഗുണങ്ങളുണ്ട്. ആ ദുർഗുണങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഹിജറ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത്തരം ദുർഗുണങ്ങളെ മാറ്റിവെക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഹിജറ. അപ്പൊ നമ്മളത് ഹിജറ കയറ്റി ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് സംസ്കരിക്കുക, നമ്മൾ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കുക. അതല്ലാതെ നമുക്ക് ആ ഹൃദയശുദ്ധിയോടുകൂടെ നമ്മളെ മനസ്സിനെ നമ്മൾ ഒരു ഹിജറ നടത്തിയാൽ അപ്പോ നമ്മുടെ പുഞ്ചിരിക്ക് വലിയ അർത്ഥമുണ്ടാകും. നമ്മുടെ പുഞ്ചിരിക്ക് വലിയ അർത്ഥമുണ്ടാകും. എന്താണ് ആ ചിരി? ഹൃദയത്തിൽ നിന്നുള്ള ചിരിയാണ്.
ഹൃദയത്തിൽ നിന്നുള്ള ആ ചിരി ഇസ്ലാം അതിന്റെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് പുഞ്ചിരിക്കാൻ പഠിക്കുക. കാപട്യമില്ലാത്ത ഒരു ചിരി. ചുണ്ടിങ്ങനെ കാട്ടിയാൽ അതിനെപ്പറ്റി എന്തെന്ന് പറയും? ചിരി എന്ന് പറയും. അതെങ്ങനെ ആയാൽ അതിനെപ്പറ്റി എന്തെന്ന് പറയും? നമ്മളെ നാട്ടിലൊക്കെ ഇളി എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടാൽ ഇളിക്കലല്ല, പിന്നെ ഒരാളെ കണ്ടാൽ ചിരിക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും ഇസ്ലാമിന്റെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ആർക്കും ചെലവില്ലാത്ത, ആർക്കും പ്രയാസമില്ലാത്ത, എല്ലാവർക്കും നടപ്പാക്കാൻ പറ്റിയ ഒരു പുണ്യകർമ്മം, ഒരു പ്രതിഫലാർഹമായ കർമ്മം, ഒരു ആരാധന, അതത്ര ഒരു പുഞ്ചിരി എന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ചിരിക്കണം എന്ന് തോന്നാണ്. ചിരിക്കണമെങ്കിൽ ഒന്ന് ഗീറ് മാറ്റേണ്ട ആവശ്യമുണ്ട്. ചിരിക്കാൻ വേണ്ടി വിചാരിച്ചാൽ ഞാൻ ഇപ്പൊ ഒന്ന് ചിരിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് നിന്ന് എന്നിട്ടൊന്ന് ചവിട്ടി എന്നിട്ടൊന്ന് ഇതാക്കിയിട്ട് അപ്പോഴേ ചിരി പറയുള്ളൂ. അങ്ങനെയാണ് ചിരി. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, നാം എന്ത് ചെയ്യണം? ഒരു പുഞ്ചിരിക്ക്, നല്ലൊരു പുഞ്ചിരി. ഏതുപോലെ? ഞാൻ നേരത്തെ നമ്മളെ ഹൃദയത്തെ ഹിജറ പോയിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് ഏത് പോയിട്ടുണ്ട്? കാപട്യം ഹിജറ പോയിട്ടുണ്ട്, വിദ്വേഷം ഹിജറ പോയിട്ടുണ്ട്, ദേഷ്യം പോയിട്ടുണ്ട്, വെറുപ്പ് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയ ശേഷം ഇനിയൊന്ന് ചിരിച്ചോക്കാൻ. നിങ്ങൾ ഇപ്പോഴും ഒരു ചിരിച്ചിട്ടും കൂടെ ആകണില്ലല്ലോ. എന്താ? അതാണ്. അപ്പോ നമ്മളെ വീട്ടിൽ പ്രസവം കഴിഞ്ഞിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് എത്ര ദിവസമായി? 3 ദിവസം. ആ കുട്ടിക്ക് എത്ര ദിവസമായി? 40 ദിവസം. മറ്റേ കുട്ടിക്ക് എത്ര ദിവസമായി? 60 ദിവസം. മറ്റേ കുട്ടിക്ക് എത്ര ദിവസമായി? 90 ദിവസം. അത്രയൊക്കെ ചെറിയ പ്രായമായിരിക്കുന്ന ആ കുഞ്ഞ് ഒന്ന് ചിരിച്ചപ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചോ ഇല്ലേ? ആ കുട്ടിയുടെ ചിരി കണ്ടപ്പോൾ അത് ആരെ കുട്ടിയാണ്? അത് കറുത്തവന്റെ കുട്ടി. അതാരെ കുട്ടിയാണ്? അത് വെളുത്തവന്റെ കുട്ടി. അതാരെ കുട്ടിയാണ്? അത് തീവ്രവാദിയുടെ കുട്ടി. അതാരെ കുട്ടിയാണ്? അത് മിതവാദിയുടെ കുട്ടി. അതാരെ കുട്ടിയാണ്? അത് UDFന്റെ കുട്ടി. അതാരെ കുട്ടിയാണ്? അത് LDFന്റെ കുട്ടി. ഇങ്ങനെ വല്ലതും ആ കുട്ടിയുടെ പുഞ്ചിരിയിൽ നിങ്ങൾക്ക് തോന്നിയോ? ആർക്കും എന്തുകൊണ്ട്? ആ കുട്ടി ചിരിക്കുന്നത് ഹൃദയം അറിഞ്ഞ ചിരിയാണ്. ഈ ചിരിക്കാൻ കഴിയുക നിത്യജീവിതത്തിലെ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുഞ്ചിരിക്കാൻ കഴിയുക എന്നതാണ്. ഒന്ന് പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കും. അത് ഒരു ഹൃദയം അറിഞ്ഞ ചിരിയായിരിക്കും. കൃത്രിമമായ പദപ്രയോഗങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചിരി എന്താകാൻ പാടില്ല? കുറച്ച് പ്രത്യേകക്കാരോട്. അത് തന്നെ ആ ചിരിച്ചാൽ ആരും ഇങ്ങോട്ട് മറുപടി ചിരിച്ചോളണമെന്നില്ല. കാരണം എന്തുകൊണ്ട്? അത് ചിരിയുടെ രൂപത്തിലുള്ള ഏതാണ്? ഇളിയ. അതെന്താ ഞാൻ പറഞ്ഞത്? ചില കൃത്രിമ പദപ്രയോഗങ്ങൾ